വെൽക്കം ബാക്ക് ടു കോസ്മിക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് തമിഴിൽ കണ്ടപ്പോൾ മനസ്സിലായിണ്ടാവും അല്ലേ. ഞാൻ മീഷോന്ന് ഒരു പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പർ സാധനമാണ് കേട്ടോ. അപ്പോൾ ഷെൽഫൊക്കെ ആകെ അലങ്കോലമായിട്ട് ഒരു വിധമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാനൊന്ന് വിചാരിച്ചു, ഇന്നാണ് ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് വന്നത്, ഇന്ന് രാവിലെ എത്തിയുള്ളൂ. അപ്പോൾ എന്തായാലും ആമ ഉറങ്ങുന്ന സമയം കൊണ്ട് നമുക്കതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചാലോ. അപ്പോൾ എന്തായാലും ഞാൻ മീഷോയിൽ ഓർഡർ ചെയ്തതാണ്. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ കോഡ് കിട്ടുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഓൾറെഡി ഞാൻ കുറച്ചൊക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അവിടുന്ന് കൊണ്ടുവരേണ്ട കാരണേ ഇനി ബാക്കി നമുക്ക് ഫില്ലാക്കാം. ഓക്കെ ഗായ്സ്, കണ്ടോ നമ്മുടെ ഷെൽഫിൻ്റെ ഒരു കോലം? അന്ന് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചാണ്, പേപ്പറൊക്കെ വിരിച്ച്. ഇനി ഇതൊക്കെ ഒന്ന് ഒതുക്കി ഇതൊക്കെ ഒഴിവാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് ആ സംഭവത്തിലേക്ക് കയറ്റാം കേട്ടോ. കുറേയൊക്കെ ഇതിൽ വെക്കാം. വലിയ സാധനങ്ങളൊക്കെ നമുക്ക് ഷെൽഫിൽ തന്നെ വെക്കാം. ബാക്കിയുള്ളതൊക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ അതിലാക്കിയിട്ട് നമുക്ക് സെറ്റാക്കാം. ഓക്കെ. ഇപ്പോൾ ഗൈസ്, ഈ ഷെൽഫ് മൊത്തം ഞാൻ എടുത്തിട്ട് ഇവിടേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഓരോന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാം. അപ്പം ഞാനിതാ പണി തുടങ്ങിയിരിക്കുകയാണ്. ആമിക്കുട്ടി നല്ല ഉറക്കമാണ് കേട്ടോ. അവൾക്ക് പല്ല് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് കാരണം ഭയങ്കര വാശി. ആദ്യമൊക്കെ ഞാൻ പറ്റിയില്ലെങ്കിൽ അമ്മ പറ്റുമായിരുന്നു. അമ്മേനെ അടുത്ത് അവൾ നിൽക്കുമായിരുന്നു, അല്ലെങ്കിൽ ഏട്ടൻ്റെ അടുത്ത് പോയായിരുന്നു. ഇപ്പോൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ അവൾക്ക് വേറെ ആരും പറ്റില്ല, ഞാൻ തന്നെ വേണം. അതെല്ലാ മക്കളും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവളെ വെച്ചിട്ട് എന്തെങ്കിലും പണി ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവൾ ഉറങ്ങണ നേരത്ത് മാത്രമേ നമുക്കത് ചെയ്ത് ഫില്ലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിതാ അതിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ 3 ബോക്സ് ഉണ്ട്. 3 ബോക്സ് ഞാനിത് അങ്ങനെ വേർതിരിച്ച് വെച്ചിട്ട് സ്ലൈഡ് ഒരു കൊട്ടയിൽ, ക്ലിപ്പ് വേറെയിൽ, പിന്നെന്താ ചെറിയ ക്രാബ് വേറെയിൽ, കമ്മൽ വേറെ, മാല വേറെ, അങ്ങനെയൊക്കെ ഞാൻ തരംതിരിച്ച് വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണേ. പിന്നെ ആമിയുടെ എയർ ബാൻഡൊന്നും അതിൽ കൊള്ളൂല. ഇത് ഞങ്ങൾ ഗുരുവായൂർ പോയപ്പോൾ മേടിച്ചതാണ്. ഇതും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെറിയൊരു ക്രാബും മേടിച്ചിട്ടുണ്ടായിരുന്നു. അതാ ഈ സാധനം, ഈ ക്രാബ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആമിക്കുട്ടിക്കൊരു പാവക്കുട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, ഗുരുവായൂർ പൂട്ട് അവൾ കരച്ചിലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഇങ്ങനെ നിലത്തിറങ്ങി നടന്നിട്ട് വഴിയിൽ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ ഈ സൈഡിലൊക്കെ, ഇങ്ങനെ അതൊക്കെ അതൊക്കെ വലിച്ചിടണം അവൾക്ക്. അതിന് നിലത്തിറങ്ങാത്തതിന് ഗംഭീര കരച്ചിലായിരുന്നു അവൾ. പിന്നെ ഞാനിതാ ലിപ്സ്റ്റിക്സാണ് കേട്ടോ വെച്ചിട്ട്. എൻ്റെ അടുത്ത് ഒരു 5 ഷെയ്ഡ് പോരെ. എൻ്റെ കയ്യിൽ മിനി ലിപ്സ്റ്റിക്സും കുറേ ഉണ്ട്. ഒരു 16 ഷെയ്ഡ് അതും വേറെ ഉണ്ട്. എനിക്ക് ഒരു പിങ്ക് കളർ കണ്ടോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നല്ല ക്രീമി ടെക്സ്ചറാണ് അതിൻ്റെ ലിപ്സ്റ്റിക്ക് വരുന്നത്. നല്ല രസമാണ് ലിപ്പിലിട്ടുകയാണ്. ഞാൻ ഇട്ടേക്കുന്നത് ആ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. നല്ല രസമാണ്. പിന്നെ എൻ്റെ അടുത്ത് ഫുള്ള് ന്യൂഡ് കളേഴ്സാണുള്ളത്. പിന്നെ റെനയുടെ 2 ലിപ്സ്റ്റിക്ക് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. പിന്നെ ഞാനിതങ്ങനെ ഓരോന്ന് എന്തൊക്കെ തപ്പണം എന്തൊക്കെ വെക്കണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഓരോന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ആമിക്കുട്ടിക്ക് ഒരു ചെറിയൊരു ബ്രഷ് മേടിച്ചിട്ടുണ്ട്. അത് മേടിച്ചത് അപ്പുട്ടിയാണ് കേട്ടോ. അമ്മയുടെ അപ്പുട്ടിയാണ് മേടിച്ചു കൊടുത്തത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു വാച്ച് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെന്താ അതിൽ നിറച്ച് ആമിക്കുട്ടിയുടെ എന്താ പറയുക ക്ലിപ്പും ബണ്ണ്, കുഞ്ഞ് ക്രാബ്, അങ്ങനത്തെ ഒക്കെ സംഭവമാണ് കേട്ടോ ഉള്ളത്. എൻ്റെ മക്കൾ എത്രയാണെന്നറിയുള്ളത്. ഇവിടെ ഇതേപോലത്തെ ഒരു പെട്ടിയിലിരിക്കുന്നുണ്ട്, അവിടെ വീട്ടിൽ ഇതേപോലത്തെ ഒരു പെട്ടിയിൽ നിറച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ കളക്ഷൻസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാൻ നോക്കാം. നിങ്ങൾക്ക് അതിൻ്റെ മോഡൽസും കാര്യങ്ങളൊക്കെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കുഞ്ഞു മക്കളുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ആ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ. അതിങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ മേടിക്കാൻ കിട്ടണതാണ് കേട്ടോ. ബണ്ണ്, കുറച്ച് ക്ലിപ്പുകൾ, അങ്ങനത്തെ ഒക്കെ ഇങ്ങനെ സെറ്റായിട്ട് മേടിക്കാൻ കിട്ടണതാണ്. ഇതൊന്നല്ല മക്കളെ, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഒക്കെ എവിടേക്കോ കൊണ്ടുപോയി കളഞ്ഞൊരു വിധാക്കിയിട്ടുണ്ടാവും. പിന്നെ എറിഞ്ഞ് പൊട്ടിക്കുക, കട്ടിലിൻ്റെ ചുട്ടിൽ കൊണ്ടുപോയിടുക, പിന്നെ ഒന്നും കാണില്ലല്ലോ. അപ്പോൾ ഞാനതങ്ങനെ ക്രാബ് വേറെ ക്ലിപ്പ് വേറെ അങ്ങനെയൊക്കെ ആയിട്ട് ഞാനിങ്ങനെ കണ്ടോ. ഇതിങ്ങനെ ക്രാബ് പോലത്തെയാണ് കേട്ടോ. ഇത് നല്ല 2-3 പിടി ക്രാബുകളൊക്കെ ഉണ്ടായിരുന്നു.
ഞാനും കുത്തലുണ്ട്, അവളും കുത്തലുണ്ട്. എവിടെയാണോ ബാക്കിയൊക്കെ ഉള്ളത്, എനിക്കൊരു പിടുത്തവും കിട്ടണില്ല. അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വേർതിരിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഏറ്റവും പണിയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഷെൽഫ് അല്ലെങ്കിൽ അടുക്കളയൊക്കെ വൃത്തിയാക്കണ ഒരു പണിയാണുള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാകാത്ത സ്ഥലങ്ങളാണ് ഈ അടുക്കള, അലമാര എന്ന് പറയണ ഭാഗങ്ങൾ. എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവില്ല. ഞാനിപ്പോൾ ഇങ്ങനെ വലിയ രീതിയിൽ ഞാനിതൊക്കെ ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് വെക്കുന്നുണ്ട്. ഒരാഴ്ച കഴിഞ്ഞ് ഇങ്ങനെ വീണ്ടും പഴയ പോലെ ആയിരിക്കും. കാരണം നമ്മൾ പെട്ടെന്നൊക്കെ എവിടെയെങ്കിലും പോകുമ്പോഴേ വലിച്ച് വാരി എടുത്തിട്ട് പിന്നെ ഞാൻ അത് അവിടെ തന്നെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരൊറ്റ ഇടലാണ് ആ ഷെൽഫിൻ്റെ ഉള്ളിലേക്ക്. പിന്നെ നമുക്കത് വൃത്തിയാക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ആലോചിച്ച് വരിക, അത് വൃത്തിയാക്കാനുണ്ടല്ലോ, ഇവിടെ വൃത്തിയാക്കാനുണ്ടല്ലോ എന്നൊക്കെ. അന്ന് ഞാൻ അടുക്കളേൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തു, അന്ന് വൃത്തിയാക്കണ പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം വ്യൂസൊന്നും ഇല്ല. നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോയ്ക്ക് എത്ര വ്യൂസൊന്നും കയറുന്നില്ല. അതെന്താ ചോദിച്ചാൽ എനിക്കറിയുന്നില്ല. 600 എത്ര വ്യൂസൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് വ്യൂസൊക്കെ കൂടുള്ളൂ. എല്ലാവരും ഒന്ന് ആഞ്ഞി പിടിച്ചങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നേ. അങ്ങനെയൊക്കെ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പാലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതല്ലേ. അപ്പോൾ എല്ലാവരും കണ്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനലിലൊക്കെ അത്യാവശ്യം വീഡിയോ ഷോർട്സ് മാത്രമേ നമ്മൾ വലിച്ചു വാരി പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. ലോങ് വീഡിയോസൊക്കെ 2 ദിവസം കൂടുമ്പോൾ 3 ദിവസം കൂടുമ്പോഴൊക്കെയാണ് ഒന്ന് പോസ്റ്റ് ചെയ്താലായി. ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ ഡിലേ വരുന്നുണ്ട് നമുക്ക്. പിന്നെ കുറേ ഇങ്ങനെ റബ്ബർ ബാൻഡ് പോലത്തെ ഇതും അതേപോലെ ബണ്ണൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാടുണ്ടായിരുന്നു ഗൈസ്, ഒരുപാടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ ഉണ്ണിയുടെ ഹെയർ ആക്സസറീസിൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരുപാടുണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ച് തന്നില്ലേ നേരത്തെ ഒരു പിടിയിൽ, അത്ര ഇപ്പോൾ ബാക്കിയുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ എവിടെ പോയി ചോദിച്ചാൽ എനിക്കൊരു പിടുത്തം കിട്ടില്ല. പിന്നെ എൻ്റെ മേക്കപ്പ് ബ്രഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫൗണ്ടേഷൻ ഉണ്ട്. ഒരു ഫൗണ്ടേഷൻ അമ്മയുടെയാണ് കേട്ടോ. അത് ഞാൻ അറിയാണ്ട് ഇതിൽ ബോക്സിലായി പോയതാണ്. ഒന്ന് നാശമായിരിക്കണം, അത് കൊണ്ടുപോയി കളയണം. പിന്നെ ഇത് ഇൻസൈറ്റിൻ്റെ ഒരു ഹൈലൈറ്ററാണ് കേട്ടോ. സൂപ്പർ സാധനം, പറഞ്ഞാൽ സൂപ്പർ. മുഖമൊക്കെ ഇങ്ങനെ വെട്ടിത്തിളങ്ങി നിൽക്കും. പുറത്തേക്കൊക്കെ ഇറങ്ങിയാലേ എന്നിട്ട് എന്താ പറയുക, സിനിമാ നടിമാരുടെ പോലെ ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ എന്താ പറയുക വിജൃംഭിച്ച് നിൽക്കുമെന്ന് പറയില്ല. അയ്യോ ചിരി വരുന്നു. നല്ല തിളങ്ങി നല്ല തുമ്മണൊക്കെ ഉണ്ട്. ആമിപ്പെണ്ണ് എണീറ്റു വിട്ട ആ സമയത്താണ് ഞാൻ ഈ റെക്കോർഡ് ചെയ്യണം ഇരുന്നിട്ട്. അപ്പോൾ അത് കുഴപ്പമില്ലല്ലോ, അവൾ ഉറങ്ങുമ്പോൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അവൾ എണീക്കും. അപ്പോൾ പിന്നെ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. പിന്നെ ദാമിയുടെ സലീനയുടെ മൂക്കിലൊഴിക്കണ മരുന്നുണ്ട്. അത് സൂപ്പർ സാധനമാണ് കേട്ടോ. സലീനയുടെ നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിലൊക്കെ ചോദിച്ചതിന് കിട്ടും. മൂക്കടപ്പ് മാറാനൊക്കെ കുട്ടികൾക്ക് നല്ല സാധനമാണ് സലീനയുടെ. ആമിക്ക് സ്ഥിരം എഴുതി തന്നെ അതാണ് കേട്ടോ. പിന്നെ ഇത് വൈറ്റ് ഐലൈനറാണ്. ഇതുണ്ടായിരുന്നു എൻ്റെ അടുത്തൊരു ബ്ലൂ ഉണ്ടായിരുന്നു. അതൊക്കെ അപ്പു തന്നതാണ്. അപ്പുവിന് ബ്ലൂ വേണം വേണ്ട അവളെന്നെ എടുത്തിട്ട് പോയിട്ടാ. പിന്നെ അതിങ്ങനെ എത്ര വൃത്തിയാക്കി, അത് ഭയങ്കര സ്ലോ ആയിരുന്നു. നമുക്കൊരു 20 മിനിറ്റോളം വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് നോക്കിയപ്പോൾ ഞാൻ പിന്നെ അത് സ്പീഡ് കൂട്ടിയതാണ്, നിങ്ങൾക്ക് ബോറടി ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്പീഡ് കൂട്ടിയതാണ്. പിന്നെ അത് ഐഷാഡ് പാലറ്റാണ് കേട്ടോ. അത് ഐഷാഡ് ഉണ്ട്, ഹൈലൈറ്റർ ഉണ്ട്, ഒക്കെ ഉണ്ട്. പിന്നെ ഇതിങ്ങനെ മുഖത്തിങ്ങനെ ടച്ചപ്പ് ചെയ്യണ സ്പോഞ്ചാണ്. മറ്റേ സംഭവത്തിനെങ്ങാട്ടി നല്ലത് ഇതാണ് എനിക്ക് തോന്നി. ഇതും എനിക്ക് അപ്പു തന്നതാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ള മേക്കപ്പ് സാധനങ്ങളിൽ ഒട്ടുമിക്കതും അപ്പു തന്നതാണ്. എൻ്റെ നിന്ന് അവൾ അങ്ങോട്ട് എടുത്തിട്ട് പോകും, അവൾക്ക് ഇങ്ങോട്ട് എടുത്തിട്ട് കൊണ്ടുവരും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാനിതൊക്കെ വൃത്തിയാക്കി. ബഡ്സൊക്കെ ഞാനൊരു ഭാഗത്ത് ഞാനൊരു ഡപ്പയിലാക്കി വെച്ചിട്ടുണ്ട്. ബഡ്സ് കുറേ ഉണ്ട്. ബഡ്സ് കുറേ ആവശ്യമുണ്ട്, കാരണം എനിക്കും വേണം. പിന്നെ ആമിക്ക് കണ്ണും പിരിങ്ങനെ എഴുതണം. ഞാൻ ഇപ്പോൾ ബഡ്സിലാണ്. ഞാനിപ്പോൾ മറ്റേ ഡാസിലറിൻ്റെ അത് ഐലൈനർ പെൻസിലുണ്ടല്ലോ, അത് ഞാൻ ഇപ്പോൾ ഓൾറെഡി നിർത്തി വെച്ചേക്കാണ്. ഇപ്പോൾ അവൾക്ക് മുന്നേ ഞാൻ ഓർഗാനിക് നേത്രയുടെ കൺമഷി മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കഴിഞ്ഞിട്ടില്ല. 250 രൂപ കൊടുത്ത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഫുള്ള് കഴിഞ്ഞിട്ട് ഞാനിനി മറ്റേത് മേടിക്കണല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ ഓരോ ബോക്സിലാക്കിയിട്ട് ഇങ്ങനെ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് എടുക്കാനും എളുപ്പമാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെയാവും ചിലപ്പോൾ ഷെൽഫ് ഉണ്ടാവും. അപ്പോൾ പറയാനൊന്നും പറ്റില്ല ഗൈസ്, ഞാനാണ് മുതൽ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് വീട്ടിൽ എത്ര വൃത്തിയാക്കിയാലും ഇതേപോലെ തന്നെ ഉണ്ടാവും, ആകെ അലങ്കോലമായിട്ട്. ഇനിയിപ്പോൾ തുണികൾ മടക്കി വെക്കണം, അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഡ്രസ്സ് വൃത്തിയാക്കണ വീഡിയോസും കാര്യങ്ങളൊക്കെ, ഷെൽഫ് വൃത്തിയാക്കണത്. നമുക്ക് വലിയ കണ്ടൻറ്റൊക്കെ വേണ്ടേ ഗൈസ്, എന്തെങ്കിലും കിട്ടാലല്ലേ കാര്യമുള്ളൂ നമുക്ക്. പക്ഷേ ഇൻകമിൻ്റെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല.
അപ്പോൾ അത് ഇങ്ങനെ വാച്ച് അവർ വേണ്ടേ, വാച്ച് അവർ വേണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടും എല്ലാവരും ഫുൾ വീഡിയോ കണ്ടിട്ടും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കണ്ടോ, കമൻറ്റൊക്കെ ഒന്ന് ചെയ്യുക, ലൈക്കൊക്കെ ഒന്ന് ചെയ്യുക കേട്ടോ. അതിനൊന്നും വേറെ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ ഗൈസ്. പിന്നെന്താ, ഇത് ഞാനിങ്ങനെ അടയ്ക്കാൻ നോക്കുമ്പോൾ മൂടി ചെറുതായി പോയോ എന്ന് എനിക്കൊരു തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ 3 തട്ടുണ്ടല്ലോ, ഈ തട്ട് മേലോട്ട് പോയാലും മേലെ നിന്ന് അടിയിലേക്ക് പോയാലൊക്കെ ചിലപ്പോൾ മൂടി കയറാത്തൊരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആദ്യം ഞാൻ വിചാരിച്ചു ആ ക്ലിപ്പുള്ള കാരണമാണ് അടയ്ക്കാൻ പറ്റാത്തതെന്ന്. അല്ല, അതുകൊണ്ടാണ് അല്ല അടയ്ക്കാൻ പറ്റാത്തത്. കണ്ടോ, അങ്ങോട്ട് കയറുന്നില്ല ശരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ താഴത്തെ ഈ മേലുള്ള ബോക്സ് ഉണ്ടല്ലോ താഴേക്ക് എടുത്ത് വെച്ച് നോക്കി. അപ്പോൾ കയറുന്നുണ്ടോ നോക്കി. പിന്നെ ഞാൻ വേറെ വെച്ച് നോക്കി. എങ്ങനെയൊക്കെ ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാൻ പറ്റിയ അവസ്ഥാനം. പിന്നെ ഇന്ന് പിന്നെ വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ അമ്മയുടെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് വന്ന കാരണം മറ്റേ നമ്മുടെ പാൽക്കൂനുണ്ടല്ലോ, അത് മേടിക്കാൻ കിട്ടുമല്ലോ. പാൽക്കൂന് ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല, ചിക്കൻ കറി വെക്കണ പോലെ അത് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ, ചക്കപ്പുഴുക്കും ഉണ്ടായിരുന്നു. പിന്നെ ചോറ് മാത്രമേ വെക്കേണ്ടി വന്നുള്ളൂ. പിന്നെ ആമിക്കുള്ള കുറുക്കും കാര്യങ്ങളൊക്കെ കുളിപ്പിക്കലും അതൊക്കെ ആയിട്ട് പിന്നെ അതങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ ഇനി അടിച്ചോരിയിട്ട് ഒന്ന് തുടയ്ക്കണം. അങ്ങനെ ചില പരിപാടികൾ. ഗൈസ്, നിങ്ങളുടെ വീട്ടിലത്തെ പണിയൊക്കെ കഴിഞ്ഞോ? അപ്പോൾ ആരൊക്കെയാണ് വീഡിയോസ് കാണുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്കറിയണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്താലാണ് എനിക്ക് നിങ്ങളേനെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും കമൻറ്റിൽ നോക്കിയിട്ട് നിങ്ങൾക്കും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. എനിക്ക് വരുന്ന കമൻസിന് മുഴുവൻ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഒരു ലവ് ചിഹ്നം മാത്രമേ നിങ്ങൾ കമൻറ്റായിട്ട് ഇട്ടിട്ടുള്ളൂ എങ്കിലും അതിന് തിരിച്ച് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഒരു കമൻറ്റിന് പോലും റിപ്ലൈ കൊടുക്കാതിരുന്നിട്ടില്ല, ഇതുവരെയായിട്ട് കൊടുക്കാതിരുന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ ഷെൽഫൊക്കെ വൃത്തിയായിട്ടോ. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ, ബൈ.